Welcome, sir. Good evening. Good afternoon. Good afternoon. Sir, take this. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ആനന്ദ്. ഞാൻ ഇവിടുത്തെ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സാറിന് ഞങ്ങളുടെ ജിമ്മിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞ് പറഞ്ഞത്? എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ മുന്നേ ജിം ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരനാണ് പറഞ്ഞത്. ഫ്രണ്ടിന്റെ പേരെന്താ? ഓക്കെ. അപ്പോൾ സാറിന് ഫിറ്റ്നസ്സുമായിട്ട് എന്തെങ്കിലും മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു 3 years മുന്നെയാണ് വർക്കൗട്ട് ചെയ്തിട്ടില്ല, പിന്നെ കുറച്ചാലും ഗ്യാപ്പായിരുന്നു. ഓക്കെ. സാറിന്റെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ബാങ്കിലായതുകൊണ്ട് തന്നെ ഇരുന്ന് വർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അപ്പുറത്തേക്ക് പോക്ക് അങ്ങനെ കുറവാണ്. അതാണ് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്ത് എനിക്കിന്ന് വണ്ണം കുറയ്ക്കണം. അപ്പോൾ സാറ് കമ്പ്യൂട്ടറിന് മുമ്പിലാണ് കൂടുതലായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ സാറിന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി റെഡിനെസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഫോം തരാം. അതെന്ന് പറഞ്ഞാൽ കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. സാറിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട്, ബോഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഉദാഹരണം സാറിന് ഉള്ള കുറച്ച് എക്സ്പീരിയൻസ്, ഇതിന് മുമ്പുള്ള വർക്കുകളെ കുറിച്ചുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ സാറിനൊന്ന് ഫില്ല് ചെയ്ത് സാറിന് ജിമ്മ് ജോയിൻ ചെയ്യുന്ന വഴി സാറിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗോളോ ടാർഗറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു മണ്ണൊക്കെ കുറച്ച് കൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് 3 മാസം കൊണ്ട് ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ 3 months എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ആവും, എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഒരു 10% ഒരു അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്, കാരണം ചെറിയൊരു ഡ്യൂറേഷൻ ആയതുകൊണ്ട്. എങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു 3 മാസത്തേക്ക് ഒരു 3 ടേമിൽ പീരിയഡൈസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അസസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സാറിന് എന്തെങ്കിലും ഒരു ജിമ്മിലേക്ക് വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ബാരിയേഴ്സ് ആയിട്ട് സാറിന് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? ഇല്ല, ടൈം ഇഷ്യൂസ് ആണല്ലോ. എനിക്ക് ഈവനിങ് ടൈം കുറച്ചുകൂടി ഇതായിരിക്കും, വരാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ കൂടുതൽ ടൈം. സാറിന് ജിമ്മിലേക്ക് വരാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ്, എന്തെങ്കിലും വണ്ണം കുറയ്ക്കുക എന്നല്ല പറഞ്ഞ അതിൽ പറഞ്ഞ നല്ല വണ്ണമുള്ള ആളായിരുന്നു. അപ്പോൾ ആള് ഈ ഒരു 6 months ആള് നല്ലോണം കുറയും. അപ്പോൾ ആളാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ആളെ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. സാറിന്റെ ചോയ്സ് നല്ല ചോയ്സാണ്, കറക്റ്റ് ചോയ്സാണ്. അപ്പോൾ സാറിന് 3 months കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 each month നമുക്ക് ഇന്റർവെൽസ് നമുക്ക് അസസ്മെന്റ് നടത്താം. അതായത് നമുക്കൊരു ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം അങ്ങനെയാണ് നമ്മൾ പീരിയഡൈസ് ചെയ്യാറ്. പക്ഷേ സാറിന്റെ 3 months എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ്, എങ്കിലും നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇതിന് നമ്മളൊരു പേഴ്സണൽ ട്രെയിനറിന്റെ അസിസ്റ്റൻസ് എടുക്കുകയായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതേസമയം സാറിന് 3 months കൊണ്ട് സാറിന്റെ വെയിറ്റ് ഇത്രയും കുറയ്ക്കണം എന്ന് പറയുമ്പോൾ സാറിന് എത്ര വെയിറ്റ് കുറയ്ക്കണം എന്നാണ് സാറിന്റെ ആഗ്രഹം? ഒരു 6 kg കൂടുതലാണ്. ഓക്കെ. സാറിന്റെ വെയിറ്റും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, അതിനുശേഷം നമുക്ക് നോക്കാം എത്ര. അപ്പോൾ സാർ ഒരു പേഴ്സണൽ ട്രെയിനറിനെ എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ട്രെയിനർ സാറിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. സാറിനെ അതുപോലെ സാറിന്റെ ഡയറ്റ്, സാറിന് 60% ഡയറ്റും 40% ആണ് വർക്കൗട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ സാറ് നമുക്ക് ആദ്യം കുറച്ച് അനാലിസിസ് നടത്താനായിരുന്നു, സാറിന്റെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ ബോഡി കമ്പോസിഷൻ അനാലിസിസ്. അപ്പോൾ നമുക്ക് സാർ അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവസാനം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം സാറിന് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നത്. കാരണം നമ്മൾ റിയലിസ്റ്റിക് അല്ല നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്തായാലും സാറിന് മാക്സിമം നമുക്ക് ആ ടാർഗറ്റിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സാറിൻ്റെ ഒരു ഹൈറ്റ് ചെക്ക് ചെയ്യണം, പിന്നെ വെയിറ്റ്, അതുപോലെ ബോഡി കമ്പോസിഷൻ അനാലിസിസ്. അപ്പോൾ സാറിന് ഇപ്പോൾ 6 kg കുറയ്ക്കണ്ടേ? അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു പീരിയഡൈസേഷൻ ഗോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ സാറിന് 3 monthsനകത്ത് 6 kg കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു മന്തിൽ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവില്ല, കാരണം ആദ്യത്തെ ഫസ്റ്റ് മന്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഫോമും ടെക്നിക്ക് ആയിരിക്കും. പിന്നെ അത് സെക്കൻഡ് പീരിയഡൈസേഷനിൽ വരുന്ന ഒരു മിഡ് ടേമിലാണ് നമ്മൾ 2ാമത്തെ മന്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു 2 to 3 kgs നമുക്ക് ആ ഒരു സെക്കൻഡ് പീരീഡിൽ നമുക്ക് കുറയ്ക്കാം. ഫൈനൽ ഒരു 3rd month ആകുമ്പോഴേക്കും നമുക്ക് മാക്സിമം സാറിന്റെ ബോഡിയൊക്കെ അതിനോട് അഡാപ്റ്റ് ആയിട്ട് വരുമ്പോൾ, ഫിസിക്കൽ ആക്ടിവിറ്റിയോട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പുഷ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു 6 kgsലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ബേസിക് ബയോ അനാലിസിസ് നമുക്ക് നടത്താം. അപ്പോൾ ആദ്യം നമുക്ക് സാറിന്റെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യാം. പിന്നെ സാറിന്റെ ഒരു ബോഡി കമ്പോസിഷൻ അനാലിസിസ്, ബോഡിയിലെ ഫാറ്റ് കണ്ടന്റ് എത്രയാണ്, വാട്ടർ കണ്ടന്റ് എത്രയാണ്. സാർ ഹൈഡ്രേറ്റഡ് അല്ലേ സാർ? ഓക്കെ. ആദ്യം നമുക്ക് സാറിന്റെ ഹൈറ്റ് എടുക്കാം. സാറ് ഫുഡ് വെയർ അയച്ചിട്ട് ഓക്കെ.
സാറിൻ്റെ ഹൈറ്റ് 170 ആണ് വരുന്നത്. ഇനി സാറിൻ്റെ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ഒന്നും നമുക്ക് ചെയ്യാം. ഇത് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇംപീഡൻസ് മെഷീനാണ്. അതായത് സാറിൻ്റെ ബോഡിയിൽ ലൈറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് വേവ് കടത്തി വരും. അപ്പോൾ ബോഡിയിലെ വാട്ടർ കണ്ടന്റും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൻ്റെ കണ്ടക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ വാട്ടർ കണ്ടന്റിലെ ഇലക്ട്രിസിറ്റി സിമ്പിളായിട്ട് കവർ ചെയ്ത് പോകും. അല്ലാത്ത സ്ഥലത്ത് ഫാറ്റ് പോലുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു അനാലിസിസ് ഈ മെഷീൻ നമുക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാറ് ഈ മെഷീൻ്റെ മുകളിൽ കാല് ഫീറ്റ് കയറ്റി വെച്ചു. സാറിന് ഈ ഹാൻഡിൽ ഹോൾഡ് ചെയ്തു. ഇത് പ്രസ് ചെയ്ത് പിടിച്ചോളൂ. ഈ പോയിന്റ്, ആ പോയിന്റ്, ആ കുറച്ച് നേരം കയറ്റി പിടിച്ചു. സാറ് മെയിൽ സാറിൻ്റെ ഏജ് എത്ര വരുന്നത്? തെറ്റി. സാറിൻ്റെ ഹൈറ്റ് 170 ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആവുന്നത് സാർ ഹോൾഡ് ചെയ്യണം. സാർ വിടരുത് കൈ. ഈ കൗണ്ട് ഡൗൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഹോൾഡ് ചെയ്യണം. ഓക്കെ, സാർ അവിടെ തിരിച്ചു വരും. സാർ ഇറങ്ങി. സാർ ഓടി. അപ്പോൾ സാറിൻ്റെ വെയിറ്റ് വരുന്നത് സ്ലൈറ്റ്ലി ഓവർ വെയിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ എയിമും അത് തന്നെയാണ് 6 kg കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6 kg കുറച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ കറക്റ്റ് BMI ലെവലിലേക്ക് അത് താഴോട്ട് വരും. അതുപോലെ തന്നെ സാറിൻ്റെ സ്കെലിറ്റൽ മസിൽ മാസ് ഇത്തിരി കൂടുതലായിട്ടാണ് കാണുന്നത്. അതും ഈ പറയുന്ന പോലെ വെയിറ്റ് കുറയ്ക്കുന്നതോടുകൂടി അതും പ്രോപ്പറായിട്ട് സാറിന് വരും. ഇപ്പോൾ ഫാറ്റ് മാസ്, ഇത് സ്വാഭാവികമാണ്, വെയിറ്റ് കൂടുമ്പോൾ ഫാറ്റ് മാസും കൂടും, അതും ഇത്തിരി റേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ സാറിൻ്റെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നോർമലാണ്, സാറിൻ്റെ കറക്റ്റാണ്. സാധാരണ ജെൻസിന് 0.9 വരെയാണ് വരുന്നത്, സാറിൻ്റെ 0.89 അത് കറക്റ്റ് ഇതിൽ ആയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സാറിൻ്റെ 2 ഹാൻഡിനും ഇത്തിരി മസിലിൽ കുറച്ച് ബാലൻസ് അല്ല, കറക്റ്റ് കുറച്ച് കൂടുതലാണ്, മസിൽ മാസ് കുറച്ച് കൂടുതലാണ് റൈറ്റ് ലെഗ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും. പക്ഷേ നമ്മുടെ ലെഗിലേക്ക് വരുമ്പോൾ ഒരു റൈറ്റ് ലെഗിന് കുറച്ച് മസിൽ മാസ് കുറവും ലെഫ്റ്റിൽ കൂടുതലുമാണ് കാണുന്നത്. അത് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ സാറിൻ്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ ഒരു 6 kg കുറയ്ക്കുക തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി സാറിന് കുറച്ച് നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റ് ഉണ്ട്. സാറിൻ്റെ മസിൽസിനെ എത്രമാത്രം മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് എന്തോരമുണ്ട്, അതുപോലെ തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്ത് അസസ് ചെയ്യാനും കുറച്ച് 2-3 ടെസ്റ്റുകളുണ്ട്. അപ്പോൾ സാറിന് ആ ടെസ്റ്റ് എടുക്കാം അല്ലേ? അപ്പോൾ സാറിന് നമുക്ക് അങ്ങോട്ട് പോകും. സാർ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പെക്ടോറാലിസ് മേജർ എന്ന് പറയുന്നത് മെയിൻ ചെസ്റ്റിലെ മസിൽ ഗ്രൂപ്പാണ് പെക്ടോറാലിസ് മേജർ. അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റാണ്. അത് എത്രമാത്രം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഗോണിയോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ് സപ്പൈൻ പൊസിഷനിൽ കിടക്കണം, അതായത് ഫേസ് അപ്വേർഡ്സ് ഫേസ് ചെയ്തിട്ട് സാർ കിടക്കണം. അപ്പോൾ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ സാറിന് ലൈ ഡൗൺ ചെയ്യാൻ സപ്പൈൻ ഫേസ് അപ്വേർഡ്സ് ആയിട്ട് സാറിൻ്റെ റൈറ്റ് ഹാൻഡിന് വെച്ച് 90 ഡിഗ്രി ആംഗിൾ സാറിൻ്റെ ഹാൻഡിൽ ഞാൻ ബാക്കിലോട്ട് ടിൽറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല. ഓക്കെ സാർ. സാറിന് കൈ പുറകിലോട്ട് വയ്ക്കാൻ പറ്റുന്ന അതിൻ്റെ അർത്ഥം സാറിന് പെക്ടോറാലിസ് മേജറിന് റേഞ്ച് ഓഫ് മോഷൻ സാറ്റിസ്ഫാക്ടറി ആണ്, എക്സലൻ്റ് ആണ്, കുഴപ്പമില്ല എന്നുള്ളതാണ്. നമുക്ക്
ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് നോക്കാം. സാറ് ലെഫ്റ്റ് ഹാൻഡ് 90 ഡിഗ്രി ആംഗിൾ. സാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ താഴോട്ട് ബെൻഡ് ചെയ്ത് തരും. സാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡിനും കുഴപ്പമൊന്നുമില്ല. പെക്ടറൽസ് മേജറിൻ്റെ റീയൂസ് മോഷൻ സാറിൻ്റെ പ്രോപ്പറാണ്. സാർ ഇടുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ചെസ്റ്റ് മസിൽ ഗ്രൂപ്പാണ് പെക്ടറൽസ് മേജർ. അതിനെ സാറിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ സാറിന് ചെസ്റ്റിനുള്ള വർക്കൗട്ടൊക്കെ ചെയ്യാൻ സാർ ഫിറ്റാണ്. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും. ഇനി സാറിൻ്റെ മസ്കുലർ സ്ട്രെങ്ത്തിനെ അസസ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ക്ലിയർ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഡെമോ ചെയ്ത് കാണിച്ചു തരാം. സാറ് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കിടന്ന പോലെ ഒരു സപ്പൈൻ പൊസിഷനിലാണ് വരിക. നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം സാറിന് ഷൂസ് അഴിക്കണം. അതിനുശേഷം നമ്മുടെ ഫിംഗേഴ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മാറ്റിൽ എഴുതാം. അപ്പോൾ ഞാനൊരു മെട്രോണോം ആപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ബീറ്റിനനുസരിച്ചിട്ടാണ് നമ്മളത് മൂവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മെട്രോണോം ചെയ്യുന്നില്ല, ഞാനൊരു ബീറ്റ് കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കൗണ്ടിനും റേസ് ചെയ്യും. നമ്മുടെ ഫീറ്റ് എപ്പോഴും 90 ഡിഗ്രി ആംഗിളായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൗണ്ട് 1 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം റേസ് ചെയ്യും. 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ 2 സ്റ്റെപ്പുകളുള്ളൂ. ഈ 2 സ്റ്റെപ്പിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടച്ച് ചെയ്യും. 3 എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും റിട്രാക്ട് ചെയ്ത് 4 എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പഴയ പൊസിഷനിൽ വരും. അപ്പോൾ ഓരോ കൗണ്ട് അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. 1 2 3 4. അപ്പോൾ ഇങ്ങനെയാണ് 1 കൗണ്ട്. സാറിന് എത്ര മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും കൗണ്ട്സ് ചെയ്യാം. അതനുസരിച്ച് സാറിൻ്റെ മസ്കുലർ സ്ട്രെങ്ത്തിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മെട്രോമീറ്റർ പിന്നെ ഓരോ ബീറ്റാണ് ഉണ്ടാവുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ നേരത്തെ കൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാർ ചെയ്യുമ്പോൾ ഓരോ ബീറ്റിനനുസരിച്ച് വേണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ മെട്രോണോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ബീറ്റാണ് നമ്മൾ ഓരോ കൗണ്ട്. ഇത് 1 2. അപ്പോൾ അതിനനുസരിച്ചാണ് സാറ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറ് മാറ്റിന് സപ്പൈൻ പൊസിഷനിൽ കിടന്നു. സാറിൻ്റെ ഫിംഗേഴ്സ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ടച്ച് ചെയ്യുന്ന പോലെ ബാക്കിലോട്ട് വരും. സാറും കുറച്ചും ഫോർവേഡ്. സാറിൻ്റെ ഫീറ്റൊന്ന് പരമാവധി കുറച്ചും കൂടി ക്ലോസ് ആയിരിക്കും 90 ഡിഗ്രി. സാറിന് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല ഫീറ്റ് കൊണ്ട്. സാർ ഗ്ലൂട്ട്സ് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഫോർവേഡ് ലീൻ ചെയ്യുമ്പോൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ ഞാൻ മെട്രോണോം ആപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് റേസ് ചെയ്യുക, സെക്കൻഡ് റേസ് ചെയ്യുക, വീണ്ടും ലൈവും. ഓക്കെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. Four, 5, 6, 7, 8, 9. Okay, pass. Next. സർ, അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ബോക്സിൻ്റെ മുകളിൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ ഒരു ഹാർട്ടിനും പൾമണറി സിസ്റ്റത്തിനും എങ്ങനെ ഒരു വർക്കൗട്ടിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മെട്രോണോം ആപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ. നമ്മളൊരു 96 ബീറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഓരോ ബീച്ചിനും നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കും. അപ്പോൾ ഞാൻ സാറിനൊരു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സാറിന് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓരോ ബീറ്റിനും നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറ്റി വയ്ക്കും. അടുത്ത ബീറ്റിന് സ്റ്റെപ്പ് ഇറക്കി വയ്ക്കും. സാറിന് ഈ ബോക്സിന് കയറുമ്പോൾ സാറിന് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ സാറിന് ഷൂസ് ഇടാൻ വേണ്ടി കാണാം. ഷൂസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം സാറിന് ഡെമോ കാണിച്ചു തരാം. സാർ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഓരോ ബീറ്റിനും ഓരോ സ്റ്റെപ്പ് വയ്ക്കും. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓരോ വീട്ടിലും ഓരോ സർ പോൾ. അപ്പോൾ ഞാൻ ബീറ്റ് മെട്രോണമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മൾ 3 minutes ആണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 3 minute കഴിയുമ്പോൾ സാറിൻ്റെ ഹാർട്ട് ബീറ്റ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യും. അപ്പോൾ സാറിൻ്റെ എത്രയാണ് സാറിൻ്റെ VO2 മാക്സിമം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്നത് മീൻ സ്ക്വയർ സ്റ്റെപ്പ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ അതൊരു കാൽക്കുലേറ്റിംഗ് ടെക്നിക്കിന് പറയുന്ന പേരാണ്. നമ്മൾ സാർ സ്റ്റെപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ബീറ്റും സാർ ഓരോ സ്റ്റെപ്പ് വയ്ക്കുക. അങ്ങനെ 4 steps കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൗണ്ട് 1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 3 minute നേരമാണ് സാർ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ ഹാർട്ട് ബീറ്റ് പറ്റില്ല ചെക്ക് ചെയ്തിട്ട് സാറിൻ്റെ VO2 മാക്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സാറിന് പൾസ് ഒന്ന് ചെക്ക് ചെയ്യും. സാർ ഡെയിലി
സാറിന് 14 സാറിൻ്റെ പൾസ് വരുന്നത്. നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സാറിന് ഒരു അറൗണ്ട് 144 ഒക്കെ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിക്കും സാർ. അത് നോർമലാണ് സാർ. അത് കുറച്ച് കാലമായിട്ട് ഇനാക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് സാറിൻ്റെ VO2 മാക്സ് അത് ഓക്കെയാണ് സാർ. സാറിന് ഈ 3 ബ്രെയിൻലെസ് മോഷൻ ടെസ്റ്റ് നടത്തിയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നു. അത് നമുക്കാണ് സാറിൻ്റെ അസസ്മെന്റ്സ് ഒക്കെ നടത്തിയിരുന്നു. സാറിന് ഇപ്പോൾ പെട്രോളീസ് മേജറിന്റെ റീയൂസ് മോഷൻ ടെസ്റ്റ് ആണ് നമ്മൾ നടത്തിയത്. അത് സാറ് ഭയങ്കര ബെറ്റർ ആണ്. സാറിന്റെ നല്ല കറക്റ്റ് ആണ്. അത് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. സാറിന് നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ പിന്നെ നമ്മൾ ചെയ്തതാണ് നമ്മുടെ കേളപ്പ് ടെസ്റ്റ്. സാറിന് മസ്കുലർ സ്ട്രെങ്ത് ഉണ്ട്. സാറിന് കുറച്ച് ഇനാക്റ്റീവായ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ടൂവേഴ്സ് എൻ്റെ ആകുമ്പോൾ നമ്പേഴ്സ് ഒന്നും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം അത് നാച്ചുറലാണ്. കാരണം സാറ് ഇത്രയും കാലമായിട്ട് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണല്ലോ സാറിൻ്റെ. ഒരു ഓഫീസ് കൾച്ചറിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടായിരിക്കാം സാറിൻ്റെ ഒരു മുസ്ലിത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോൾ അതും ഓക്കെയാണ് സാറിൻ്റെ. അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ സാറിൻ്റെ വെയിറ്റ്, അതുപോലെ ബോഡി, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നൊരു ഇതിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് കറക്റ്റ് ആ 3 month പീരിയഡൈസേഷനുള്ളിൽ തന്നെ സാറിനൊരു പ്രോപ്പർ പേഴ്സണൽ ട്രെയിനറിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ സാറിനത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ സാറിൻ്റെ അവസാനം ചെയ്തതാണ് നമ്മൾ സ്റ്റെപ്പ് ടെസ്റ്റ്. അതൊരു കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. മീൻ കോളേജ് സ്റ്റെപ്പ് ടെസ്റ്റ് ആയിരുന്നു. അതും സാറിൻ്റെ എക്സലൻ്റ് ആയിരുന്നു. അപ്പോൾ സാറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാറിന് അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സാർ ഫിറ്റാണ്. അപ്പോൾ സാറിന് ഇപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് സാറിന് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിനെ കുറിച്ച് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ ഫീഡ്ബാക്ക്? നല്ല അഭിപ്രായം. കാരണം മെയിൻ മുമ്പ് ജിമ്മിന് പോയില്ലെങ്കിൽ അവരൊന്നും ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടാവില്ല, സാധാരണ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയുന്നുള്ളൊരു. ഓക്കെ, സാറിന്റെ റേഞ്ച് ഓഫ് മോഷൻസ് അനുസരിച്ചിട്ട് വേണം സാറിന്റെ പ്രോഗ്രാം ഒക്കെ ചാർട്ട് ചെയ്യാനായിട്ട്. സാറിന്റെ മസിൽസ് ഏതൊക്കെയാണ് സാറിന്റെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഏതൊക്കെയാണ് വീക്ക് പോയിന്റ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സാറിനെ പേഴ്സണൽ ട്രെയിനർ എന്ത് ചെയ്യും, സാറിന്റെ വർക്കൗട്ട് പ്ലാനുകളൊക്കെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ സാറിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു പേഴ്സണൽ ട്രെയിനർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം സാറിന് ഷോർട്ട് പീരീഡിൽ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു 6 kg എന്ന് പറയുമ്പോൾ ഒരു ടഫ് ടാസ്ക് ആണ്. അപ്പോൾ സാറിന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാറിന് അത് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പേഴ്സണൽ ട്രെയിനർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാർ എന്ന് മുതലാണ് സാർ വന്നു തുടങ്ങാൻ? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനറിനെ സാറിന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ സാറിന് ആൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ സാറിൻ്റെ ഡയറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും ആൾ ചെക്ക് ചെയ്തിട്ട് സാറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ചാർട്ട് ചെയ്ത് അവർ സെറ്റ് ചെയ്യും. ആദ്യം നമ്മൾ ഫോംസും ടെക്നിക്സും ആണ്. പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ മന്ത് 3 months ആണ്. ഓരോ മന്തിന് ശേഷം നമ്മൾ ഇന്റർവെല്ലിൽ പീരിയഡൈസേഷൻ അനുസരിച്ച് നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ബോൾസ് സെറ്റ് ചെയ്യും ഓരോ മന്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഫോമും ടെക്നിക്കും, പിന്നെ നമ്മൾ ഓവർ ദ ടൈം നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. ലാസ്റ്റ് മന്ത് നമ്മൾ സാറിന് കുറച്ചുകൂടി വളരെ സ്ട്രെങ്ത്തിനൊക്കെ സാറിന് നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പൊസിഷനിലാക്കി തരാം. അപ്പോൾ സാറിന് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. സാർ ഹാപ്പിയാണ്. താങ്ക്സ്.